ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ ലക്ഷ്യമിട്ട് US ആക്രമണം. വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തവും മാരകവുമായ ആക്രമണങ്ങൾ തങ്ങൾ ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നൈജീരിയയിൽ ന്യൂനപക്ഷങ്ങൾ ഭീഷണി നേരിടുന്നതായും ക്രിസ്ത്യൻ സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ തടയുന്നതിൽ അവിടുത്തെ ഭരണകൂടം പരാജയമാണ് എന്നും ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു. പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഒക്ടോബർ അവസാനം മുതൽ ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. മരിച്ച ഭീകരർക്കുൾപ്പെടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എന്നാണ് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് എഴുതിയത്. ആക്രമണത്തിൽ ഒട്ടേറെ ഭീകരർ കൊല്ലപ്പെട്ടതായും US ആഫ്രിക്കൻ കമാൻഡ് എക്സിൽ കുറിച്ചു. അതേസമയം നൈജീരിയൻ ഭരണകൂടം അറിഞ്ഞുകൊണ്ടാണ് US ആക്രമണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഭീകരർക്കെതിരെ അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ നൈജീരിയ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായിട്ടാണ് നൈജീരിയയിൽ US സൈന്യം ആക്രമണം നടത്തിയത്. അടുത്തിടെ സിറിയയിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഭീകരാക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ആക്രമണം. സുഡാനിലെ വിമത സൈന്യമായ RSFുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. അതേസമയം രാജ്യത്തെ പ്രധാന നഗരങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നവരുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടില്ല എന്ന് ഭരണസമിതി വ്യക്തമാക്കി. സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സമാധാനം സ്ഥാപിക്കൂവെന്നാണ് സുഡാൻ സർക്കാരിന്റെ നിലപാട്. യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി കാമിൽ ഇദ്രീസ് പുതിയ പദ്ധതി അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ കർശന തീരുമാനം പുറത്തുവന്നത്. വിമതർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. എന്നാൽ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് വിമത സൈന്യം ഇപ്പോഴും തുടരുന്നത്. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ സുഡാനിലെ ജനജീവിതം അതീവ ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഇതിനോടകം ഏകദേശം 1.5 കോടിയോളം ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ തുടരുന്ന കനത്ത മഴയിലും പ്രളയത്തിലും 3 പേർ കൊല്ലപ്പെട്ടു. ക്രിസ്തുമസ് ദിനത്തിൽ ആരംഭിച്ച് ഇപ്പോഴും തുടരുന്ന ശക്തമായ പേമാരിയിൽ പലയിടങ്ങളിലും വലിയ തോതിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായി. അതേസമയം ലോസ് ആഞ്ചൽസ് ഉൾപ്പെടുന്ന തെക്കൻ കാലിഫോർണിയൻ നഗരങ്ങളിൽ ഗവർണർ ഗാവിൻ ന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മഴയെ തുടർന്ന് റോഡുകൾ പുഴകളായി മാറിയതോടെ 100 കണക്കിന് വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി. മരങ്ങൾ വീണും വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറിയും തിരമാലകളിൽപ്പെട്ടുമൊക്കെയാണ് അപകടങ്ങൾ നടന്നത് എന്ന് പോലീസ് അറിയിച്ചു. കനത്ത കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം തകർന്നതോടെ ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഇരുട്ടിലായിരിക്കുകയാണ്. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങരുത് എന്നും വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മേയർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് രക്ഷാപ്രവർത്തകർ ജാഗ്രതയിലാണ്. അടുത്ത 5 വർഷവും മിസൈൽ നിർമ്മാണം ശക്തമായി തുടരുമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ രാജ്യത്തെ പ്രധാന ആയുധ നിർമ്മാണശാലകൾ സന്ദർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും കൂടുതൽ മിസൈലുകളും ആയുധങ്ങളും നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ആയുധ നിർമ്മാണശാലകൾ അത്യാധുനിക രീതിയിൽ മാറ്റുന്നതിനുള്ള പദ്ധതികൾക്കും കിം അംഗീകാരം നൽകി. വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ ഈ പദ്ധതികൾ ഔദ്യോഗികമായി അവതരിപ്പിക്കും. അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെയും ദീർഘദൂര മിസൈലുകളുടെയും നിർമ്മാണത്തിന് വലിയ പ്രാധാന്യമാണ് രാജ്യം നൽകുന്നത് എന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആണവശക്തിയാൽ പ്രവർത്തിപ്പിക്കുന്ന വലിയ മുങ്ങിക്കപ്പലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കിം ജോങ് ഉൻ നേരിട്ട് വിലയിരുത്തിയിരുന്നു. തന്റെ മകൾക്കൊപ്പമാണ് അദ്ദേഹം ഈ നിർമ്മാണ കേന്ദ്രങ്ങളിൽ എത്തിയത്. പുതിയ മിസൈലുകളുടെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായും ഉത്തര കൊറിയ വ്യക്തമാക്കുന്നു. അതിർത്തിയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സൈനിക ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന കടുത്ത പോരാട്ടത്തിൽ ഇരുവശത്തു നിന്നുമായി 80-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനായി ഇരു രാജ്യങ്ങളും സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തുന്നത്. അതിർത്തിയിലെ ഒരു പ്രധാന ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചകൾ വിജയകരമായാൽ അടുത്ത ദിവസം ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മന്ത്രിമാർ നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെയും മലേഷ്യയുടെയും മധ്യസ്ഥതയിൽ സമാധാന കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. യുദ്ധം മൂലം കംബോഡിയയിലും തായ്ലൻഡിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ വിട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. വീടുകൾക്കും സാധാരണക്കാർക്ക് നേരെ ആക്രമണമുണ്ടായതായി ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. വെടിനിർത്തൽ നടപ്പിലാക്കി അതിർത്തിയിലെ ജനങ്ങളുടെ ഭീതി മാറ്റുകയാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം.
ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനായ താരിഖ് റഹ്മാൻ നീണ്ട 17 വർഷത്തെ വിദേശവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി. ഭാര്യ സുബൈദ റഹ്മാൻ, മകൾ സൈമ റഹ്മാൻ എന്നിവർക്കൊപ്പമാണ് യുകെയിൽ നിന്ന് തിരിച്ചെത്തിയത്. താരിഖിന്റെ അമ്മയും പാർട്ടി അധ്യക്ഷയുമായ മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഫെബ്രുവരിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ താരിഖ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് കരുതുന്നത്. താരിഖ് നാട്ടിലെത്തുന്നത് പ്രമാണിച്ച് അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതേസമയം സംഘർഷാവസ്ഥ തുടരുന്ന ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിനെ കൂടി ജനക്കൂട്ടം മർദ്ദിച്ചു കൊന്നു. അമൃത് മണ്ഡൽ എന്ന യുവാവിനെയാണ് രാജ്ബാരി ഗ്രാമത്തിൽ കൊലപ്പെടുത്തിയത്. മതനിന്ദ ആരോപിച്ച് ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ മർദ്ദിച്ചു കൊന്ന ദിവസങ്ങൾക്കകമാണ് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്.